നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹിതയാണോ ശാലിനി? അതെ സർ, ഹസ്ബൻഡ് വിഷ്ണു. ശാലിനി കളക്ടറായി കഴിയുമ്പോ ഭർത്താവിനൊപ്പം ഒരു ഫംഗ്ഷന് പോയെന്നിരിക്കട്ടെ. ഒരു കളക്ടർ എന്ന നിലയിൽ ശാലിനി ആയിരിക്കും കൂടുതൽ ബഹുമാനിക്കപ്പെടുക, പോലീസ് സല്യൂട്ട് ചെയ്യുക. അത്തരം ഒരു സന്ദർഭത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ശാലിനി കരുതുന്നു? ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ് സർ. സ്ത്രീ പുരുഷ സമത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എന്റെ മാത്രം വിശ്വാസമല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. അതെങ്ങനെ മനസ്സിലായില്ല? അർദ്ധനാരീശ്വരൻ, പാതി പുരുഷനും പാതി സ്ത്രീയുമായ ഈശ്വരൻ. ആ ഈശ്വരനാണ് ഏറ്റവും ശക്തിയുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. ഒന്നിന്റെ കുറവ് മറ്റൊന്ന് പരിഹരിക്കുമ്പോഴാണ് പൂർണ്ണതയുണ്ടാവുന്നത്. ശാലിനി ഈശ്വരവിശ്വാസിയാണോ? തീർച്ചയായും. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനെ ചിലർ പ്രപഞ്ചശക്തിയെന്നും മറ്റു ചിലർ പോസിറ്റീവ് എനർജി എന്നും വിളിക്കുമെന്നും മാത്രം. ഈശ്വര വിശ്വാസവും നിരീശ്വരവാദവും സംബന്ധിച്ച ഒരു പൊതു തർക്കം കളക്ടറായ ശാലിനിക്ക് മുമ്പിലെത്തിയാൽ ആരുടെ പക്ഷത്തായിരിക്കും ശാലിനി? ഞാൻ മനുഷ്യന്റെ പക്ഷത്തായിരിക്കും. മനുഷ്യന് വേണ്ടിയാണ് ഈശ്വരൻ. മനുഷ്യന് ഉപകരിക്കാത്തതൊന്നും ഈശ്വരനും അല്ല. അതവിടെ നിൽക്കട്ടെ. ശാലിനിയുടെ ഈ അർദ്ധനാരീശ്വര സങ്കല്പമൊന്നും ഭർത്താവിന് ദഹിച്ചില്ലെങ്കിലോ? വിഷ്ണു നിൽക്കുമ്പോൾ ശാലിനിയെ മറ്റുള്ളവർ കൂടുതൽ ബഹുമാനിക്കുന്നത് ഒരു കുറച്ചിലായിട്ടാണ് തോന്നുന്നതെങ്കിലോ? നമ്മൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്നത് നടപ്പാക്കി തരാൻ പ്രകൃതി തന്നെ സാഹചര്യം ഒരുക്കി തരൂന്നല്ലേ സർ? പൗലോ കോയിലോ എഴുതിയത് മാത്രമല്ല, ഭാരതീയ ദർശനത്തിലും അതുണ്ട്. പഞ്ചഭൂതങ്ങൾ നമുക്ക് തുണയാകും. അങ്ങനെ പ്രകൃതി എനിക്ക് തുണയായി തന്ന ആളാണ് സർ എന്റെ വിഷ്ണുവേട്ടൻ. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ശാലിനി തമിഴർക്കൊപ്പമോ മലയാളികൾക്കൊപ്പമോ? ഇന്ത്യക്കാരനൊപ്പമാണ് സർ. മനസ്സിലായില്ല? തമിഴനെന്നോ മലയാളിയെന്നോ ഇല്ല സർ. നമ്മുടെ ഭരണഘടന പ്രകാരം എല്ലാവരും ഇന്ത്യക്കാരാണ്. നീതി ഭാഷ അടിസ്ഥാനത്തിലോ സംസ്ഥാനങ്ങളുടെ അതിരുകൾ തിരിച്ചോ നടപ്പാക്കേണ്ടതല്ല. സമ്മതിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം കൂട്ടണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. ഡാം കാലപ്പഴക്കം ചെന്നതാണെന്നും പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നുമാണ് കേരളം. ശാലിനി ഏത് പക്ഷത്ത് നിൽക്കും? എന്റെ തീരുമാനം പ്രസക്തമല്ല സർ. തീരുമാനം രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക്. അതിനെ എല്ലാവരും അനുസരിക്കുക. ശരി, നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധിജി. അദ്ദേഹത്തെ പറ്റി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗാന്ധിജിയെ പറ്റിയുള്ള ആദ്യ പുസ്തകം രചിച്ചതാരാണെന്നറിയാമോ? ഒരു വെള്ളക്കാരനാണ് സർ, ജോസഫ് കെ ഡോക്ക്. പുസ്തകത്തിന്റെ പേര് M.K. ഗാന്ധി, ആൻ ഇന്ത്യൻ പാട്രിയോട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. ജോസഫ് കെ ഡോക്ക് ഒരു പാതിരിയായിരുന്നു. ഇംഗ്ലീഷിൽ പുസ്തകം ഇറങ്ങിയതിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പതിപ്പ് പുറത്തിറങ്ങിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഓ, ഞാൻ മറന്നു. അതെ, അത് മാത്രമല്ലേ നീ മറക്കൂ? മുഖം മിനുക്കാനും നഖം മിനുക്കാനൊന്നും ഒരു മറവിയില്ലല്ലോ നിനക്ക്. ഞാൻ എടുത്തു കൊടുത്തോളാം. അവനെ ഈ കുടുംബത്തിനോട് രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടുക. പാടത്തെയും പറമ്പിലെയും പണി കഴിഞ്ഞിട്ട് ഇനി വീടിനകത്തും കൂടെ അവൻ ബുദ്ധിമുട്ടണോ? ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാൻ. നല്ല വെള്ള ചമയാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. മിണ്ടാതിരിക്കാസത്ത്. അതെ, അവന്റെ ചെലവില്ല ഞാനും നീയൊക്കെ കഴിയുന്നത്. അത് മറക്കണ്ട. ഒന്ന് നിർത്തൂ. കുറെ കാലം കേൾക്കാൻ തുടങ്ങിയിട്ട്. ചെലവ് നടത്തുന്നുണ്ടെങ്കിലേ അത് നമ്മുടെ പാടത്ത് കൃഷി ഇറക്കുന്നതിനുള്ള കൂലിയായിട്ട് കൂട്ടിയാ മതി. നീ എന്തേ
ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3-ാം വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചതല്ലേ? പിന്നെ നോക്കിയതാരാ? വളർത്തിയതാരാ? പഠിപ്പിച്ചതാരാ? അച്ഛൻ തന്നെയല്ലേ? അച്ഛൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ കൂട്ടി നോക്കിയാലും നമുക്ക് തന്നെയാ നഷ്ടം. ഹാ, വീണേ, മോനെ, മുത്തശ്ശിക്ക് ഇതൊന്ന് കൊടുത്തേക്കണേ. എന്നെ അങ്ങനെ പെട്ടെന്ന് കൊത്തി മുറിവേൽപ്പിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. എന്നാലും അവളോടൊന്ന് പറയണം, കണക്ക് പറയുന്ന കൂട്ടത്തില് എന്റെ അച്ഛനമ്മമാരെ പെടുത്തണ്ടെന്ന്. അയ്യോ, ഈ ആൾക്കാരൊക്കെ ചോദിക്കുവാ നളിനിക്ക് ഭ്രാന്തായോന്ന്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മരുമോക്ക് റാങ്ക് കിട്ടിയെന്നും പറഞ്ഞ് 1500 ലഡുവാ ഞാൻ വാങ്ങിയത്. 150 അമ്മേ? നിന്നോട് ഞാൻ ചോദിച്ചോ? 150 ഇപ്പൊ വാങ്ങിച്ചതല്ലേ, അതിന് മുമ്പോ? ഓ എന്റെ ഏട്ടാ, എന്റെ സന്തോഷത്തിന് ഒരു അതിരുമില്ല. നിത്യ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ മോളെ, ഈ ജയിക്കുമ്പോഴും സമ്മാനം കിട്ടുമ്പോഴൊക്കെ ഒരു കാര്യം പറയൂലേ, അതാ ഇവൻ ഈ മുക്കി മൂളിയും കൊണ്ടിരിക്കുന്നേ. കൺഗ്രാറ്റുലേഷൻസ് ആണോ? കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി. കേട്ടാൻ പോകുന്ന പെണ്ണിന് റാങ്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്റെ ഏട്ടാ, ഇവന്റെ കൂട്ടുകാർ മാത്രമൊന്നുമല്ല, അയൽപക്കത്തുള്ള പെണ്ണുങ്ങളൊക്കെ എനിക്ക് സ്വൈര്യം തരുന്നുണ്ടോ? മരുമോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടെ നളിനീന്ന് ചോദിച്ച് ബുദ്ധിമുട്ടാ. അവസാനം ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഇന്ന് ഇവരുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയ അബദ്ധം നാട്ടുകാരറിയാതെ എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ സോൾവ് ചെയ്യുന്നില്ലെങ്കിലോ? സന്ദീപിനും ആതിരയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ ഏട്ടത്തിയുടെ എന്നല്ല ആരുടെ അനുവാദം ആവശ്യമില്ല. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് നിയമത്തിന് മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. പിന്നെ എടുത്തി പറയുന്നതിലും പരിഹസിക്കുന്നതിലും ഒന്നും ഒരു കഴമ്പുമില്ല. നേരത്തെ പറയുന്ന കേട്ടല്ലോ, സന്ദീപിനും ആതിരയ്ക്കും അബദ്ധം പറ്റിയതിനെ കുറിച്ച്. ആര് പറഞ്ഞു അബദ്ധം പറ്റിയെന്ന്? വിവാഹം കഴിഞ്ഞ് 2 പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാ അബദ്ധമാവുന്നേ? കൊള്ളാം, നല്ല ന്യായീകരണം. അനിയത്തിയെ ഇവിടേക്ക് മരുമകളായി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും വാശിയൊക്കെ നല്ലത് തന്നെ. അത് ഈ ഗർഭത്തെ മുൻനിർത്തി നടപ്പിലാക്കാൻ നോക്കുന്നതേ അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. അർച്ചനയും വീട്ടുകാരും സന്ദീപിനെ കൊണ്ട് ആതിരയെ കെട്ടിക്കാൻ വേണ്ടി ആതിരെ തന്നെ മുൻനിർത്തി കളിച്ച കളിയാണിതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഗർഭം വരെ കാര്യങ്ങൾ എത്തിയിട്ട് ഇപ്പൊ കേറി വന്നേക്കുന്നു. നിങ്ങളൊക്കെ മനഃപൂർവ്വ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു, അതല്ലേ സത്യം? അവന്തികെ, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാ ഞങ്ങൾ നിൽക്കുന്നത്. അവന്തിക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ അനിയത്തി ഇങ്ങോട്ട് ഇനി വിടുന്നില്ല. അവളുടെ കാര്യം ഇനി ഈ വീട്ടിൽ ആരും അന്വേഷിക്കണ്ട. അവളുടെ കാര്യം ഇനി എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം പറഞ്ഞാൽ വിഷമമൊന്നും തോന്നരുത്. നിങ്ങളുടെ ഈ മനസ്സിലിരിപ്പോണ്ട നിങ്ങളുടെ ഈ അനിയത്തി ഇങ്ങനെ നിന്നുപോയത്. ഇനി ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തണ്ടെന്ന് കരുതിയാ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെയും നാണമില്ലാതെ കയറി വന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാ. ഇനി എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അതിലാരുടെയും ഉപദേശം എനിക്ക് ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് വിഷമം പറയാതെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് സാവധാനം ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്ക്. ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല മാഷെ. പഠിപ്പിക്കുന്ന കുട്ടികളുടെ കണ്ണ് നിറയാതെ നോക്കിയ മാഷിന് സ്വന്തം മകളെ നല്ലപോലെ നോക്കാൻ പറ്റിയില്ല. ആ
സന്ദീപും ആതിരയും വിവാഹം കഴിഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ അവരെ നമുക്ക് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് അവിടേക്ക് ഞാൻ സന്ദീപിനെ കൊണ്ടുവന്നോളാം. ഇനി മേലില് വിവാഹം ഗർഭം എന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരരുത്. ഇനി ഇങ്ങനെ ആയിരിക്കില്ല സംസാരം പെരുമാറ്റം. വടി പോവാം. മതിയാ നിനക്ക്? അച്ഛന് സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഞാൻ എന്തെങ്കിലും കൈവിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നിന്റെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് കരുതി മാത്രമാണ് ഞാനെല്ലാം കേട്ടു നിന്നത്. ഇല്ലെങ്കിൽ അവന്തിക എന്നല്ല ആരായാലും എന്റെ അനിയത്തെ കുറിച്ച് പറഞ്ഞവളുടെ നാവ് പിഴുതെടുത്തേനെ ഞാൻ. അനുവേട്ട, ഇതൊക്കെ എല്ലാവരുടെയും ദേഷ്യം മാറാത്തതുകൊണ്ട് സംഭവിക്കുന്നതാ. എല്ലാം നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നതേ ഉള്ളൂ. വേണ്ട, എന്റെ സഹോദരിയും ഭർത്താവും ശരിയാക്കിയെടുത്തോളം മതിയെല്ലാം. ഇനി ഇതും പറഞ്ഞ് ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല. അതുപോലെ അങ്ങോട്ടും വരരുത്. എന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെ ആരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ ഒളിച്ചെന്ന് കേട്ടൊന്നും അല്ല മഹി. ഗംഗയെ വിളിക്കാൻ ഞങ്ങൾ അവിടെ വന്നിരുന്നു. അപ്പൊ ഗംഗ പറയുന്നത് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് കേട്ടതാ. എന്നാലും മഹിയേട്ടൻ ആഗ്രഹിച്ചൊരു കാര്യത്തിന് വേണ്ടി നേരത്തെ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് അവൾ ഒരു കാരണമില്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്തു കളഞ്ഞല്ലോ മഹിയേട്ട. ഗംഗ ജീവിക്കുന്നത് തന്നെ മാളുവിന് വേണ്ടിയാണെന്നൊക്കെ ആയിരുന്നു എല്ലാവരുടെയും ധാരണ. മഹി അങ്ങനെ തന്നെയാ ഗംഗയെ കുറിച്ച് കരുതിയെ. അതുകൊണ്ടല്ലേ അവസാന നിമിഷം എല്ലാവരെയും ഞെട്ടിച്ച് മഹി ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നിട്ടെന്താ മഹിയുടെ ധാരണകളൊക്കെ വെറുതെ ആയിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ? അവൾക്ക് അത്തരം ചിന്തകളൊന്നും ശരിക്കും ഇല്ലായിരുന്നു എന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? എല്ലാം വെറുതെ പ്രഹസനവും നാടകവും ഒക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പുറത്തു പോയി ഇത്രയും കൊതിച്ചിരുന്ന മാളുവിനോട് ഒരു കരുണയും ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ഗംഗ പറയുമായിരുന്നു. അതെ, യാതൊരു മനസാക്ഷിയില്ലാത്ത പറച്ചിലായിപ്പോയി. അതെങ്ങനെ ഗംഗ പറയാതിരിക്കും? അവളുടെ മനസ്സിലെ ഭർത്താവിന്റെ സ്ഥാനത്ത് മഹിയേട്ടനില്ലല്ലോ. അവൾ ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടതും നകുലൊത്തുള്ളൊരു ജീവിതമല്ലേ? അയാളുടെ കൂടെ നാട് ചുറ്റി നടക്കാന്ന് കരുതിയിരുന്ന ഗംഗയുടെ ജീവിതത്തിലേക്കല്ലേ മഹിയേട്ടൻ ഇടിച്ചു കയറി ചെന്ന് താലി കിട്ടിയത്? അവൾക്കത് സഹിക്കാൻ പറ്റുമോ? അത്ര പെട്ടെന്ന് അവൾക്ക് നകുലിനെ മറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് സംസാരിക്കരുത്. നകുലിന്റെ പേര് ഇനി ഈ വീട്ടിൽ ആരും സംസാരിച്ചു പോകരുത്. അവൻ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കിട്ടിയത്. പിന്നെ ഗംഗയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഓർത്ത് മറ്റാർക്കും ഒരു ടെൻഷന്റെയും സങ്കടത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ദേഷ്യം കണ്ടോ? ആ അതെ, ഗംഗ അടുക്കാത്തതിന്റെ ദേഷ്യം മുഴുവനും അവന്റെ മുഖത്തുണ്ട്. ആന്റി നല്ലൊരു ലോക്ക് തന്നെ അവൾക്ക് കൊടുത്തത്. ഈ അവസരം മുതലെടുത്ത് നമ്മൾ ഇവരെ തമ്മിൽ പിരിക്കണം. അതെ, ആ ഗംഗയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. അതിനുള്ള കാര്യങ്ങള് ഉടനെ ചെയ്യണം. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോരമ്മേ, കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. നമ്മൾ പ്ലാൻ ചെയ്യും, ആ ഗൗരി അത് പൊളിക്കും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? ഇല്ലമ്മേ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ പണികൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാ ഗൗരിക്ക് അതെല്ലാം പൊളിക്കാൻ പറ്റുന്നേ. അല്ലാത്ത പണികൾ നമ്മൾ പ്ലാൻ ചെയ്യണം.
നല്ലോണം ചിന്തിക്കണം. ഗൗരിക്ക് പൊളിക്കാൻ പറ്റാത്ത പണികള് നമ്മൾ കണ്ടെത്തണം. കിട്ടും, അതുറപ്പാ. അതോടെ ഗംഗയുടെ പണിയും തീരും. നീയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഞാനത് തടയും ശ്രേയേ. ഈ ജന്മം നിനക്ക് മഹിയേടന്റെ ഭാര്യയാകാനാവില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗയെ അവിടുന്ന് കടത്താൻ ശ്രേയ ഒന്ന് സഹായിക്കണം. എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കി തന്നാ മതി. ശരി, എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ഓക്കെ. എന്റെ ജീവിതവും എന്റെ സ്വപ്നങ്ങളും എല്ലാം കുട്ടിച്ചോറാക്കിയിട്ട് അവള് നിന്ന് അടുക്കള ഭരിക്കുക. ഇന്നത്തോടെ എല്ലാം ഞാൻ തീർത്ത് തരാടി. ഗംഗ, വലിയ തിരക്കിലാണോ? അല്ല ശ്രേച്ചി, ഇതിപ്പോ കഴിയും. ശ്രേച്ചിക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഞാൻ ഗംഗയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ ചേച്ചി? എനിക്ക് എന്റെ ജീവിതം മൊത്തത്തിലൊന്ന് മാറ്റിയാ കൊള്ളാന്നുണ്ട്. അതിന് ഗംഗ എന്നെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ശ്രേച്ചയ്ക്ക് വേണ്ടി ചെയ്തു തരാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഇവിടെ അടുത്തൊരു ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ആ ക്ഷേത്രം സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു നിമിത്തമാണെങ്കിലോ. എനിക്കൊന്ന് ആ ക്ഷേത്രത്തിൽ പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, ക്ഷേത്രാചാരങ്ങളൊക്കെ എങ്ങനെയാ, അതൊന്നും എനിക്കറിയില്ല. ഗംഗ എന്റെ കൂടെ ഒന്ന് വരാമെങ്കിൽ എല്ലാം എളുപ്പമായിരുന്നേനെ. ഇത്രയുള്ളോ? ഞാൻ വരാം ശ്രേച്ചി. എനിക്കിതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യ. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. ആണോ? താങ്ക്സ് ഗംഗ. ഗംഗയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ വിളിച്ച ഗംഗ വരില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എന്റെ ചിന്തകൾ പിന്നെയും തെറ്റി. വലിയ മനസ്സാ ഗംഗയ്ക്ക്. അങ്ങനെയൊന്നും ഇല്ല ശ്രേയച്ചി. ഇതൊക്കെ ശ്രീമഹേശ്വരനായിട്ട് ചേച്ചിയുടെ മനസ്സിന് തോന്നിക്കുന്നല്ലേ. ഒരു നല്ല കാര്യല്ലേ. നമുക്ക് രാവിലെ തന്നെ പോവാം. ശരി, എന്നാ ഗംഗയുടെ ജോലി നടക്കട്ടെ. നീ തീർന്നടി. നാളത്തോടെ നിന്റെ മുഖത്തെ ഈ പുഞ്ചിരി മായും. പിന്നെ ഒരിക്കലും ചിരിക്കില്ല നീ, സന്തോഷിക്കില്ല നീ. എന്റെ ജീവിതം തകർത്ത് നിന്നെ ഇഞ്ചിഞ്ചായി പിച്ച് ചീന്തി ഇല്ലാതാക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഇന്ന് ഈ വീട്ടിലെ നിന്റെ അവസാന രാത്രിയാ. അത് നീ പാത്രം കഴുകി തീർക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെ പറയണം, എങ്ങനെ ചോദിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അയ്യോ, അതെന്താ അങ്ങനെ? ഡോക്ടർക്ക് എന്ത് കാര്യം ചോദിക്കാനുള്ളത്? എന്തായാലും അതെന്താന്ന് എന്നോട് പറയണം. എനിക്ക് ലച്ചുവിനെ അത്രയ്ക്ക് ഇഷ്ടമാ. ലച്ചുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം.
എന്താ ഡോക്ടർ എന്തേ പറയുന്നേ? ലച്ചു, തന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ കാര്യങ്ങൾ ലച്ചുനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രണ്ടാളുടെ ഇഷ്ടങ്ങൾ എല്ലാം ഒന്നിച്ചു പോകുന്ന എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പരസ്പരം അറിയുന്നവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്. എന്നാലല്ലേ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂ. അതാ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ലച്ചുവിന് എന്നെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. ലച്ചു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ മറ്റൊന്നും വേണ്ട. ഒരിക്കലും ഞാൻ ലച്ചുവിനെ വേദനിപ്പിക്കില്ല, കണ്ണീർ കുടിപ്പിക്കില്ല. ആ ഒരു ഉറപ്പ് ഇപ്പോഴും ഞാൻ നൽകുക. ലച്ചു, പറയേ, എന്നെ ഇഷ്ടമെന്ന് പറയേ. ലച്ചു, പ്ലീസ്. എങ്ങനെയാ ഇതിന് മറുപടി പറയണ്ടെന്ന് എനിക്കറിയില്ല ഡോക്ടറെ. എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. പക്ഷെ അത് ഡോക്ടർ കരുതുന്ന പോലൊരു ഇഷ്ടമല്ല എനിക്ക് ഡോക്ടറോടുള്ളത്. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യന്റെ ഭാര്യ ആവാനുള്ള യോഗ്യത സത്യത്തിൽ എനിക്കില്ല. ലച്ചു, ഒരിക്കലും അങ്ങനെ പറയരുത്. സമ്പത്തോ ബന്ധുബലോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ലച്ചുവിനെ ഇഷ്ടപ്പെട്ടത്. എന്തോ ആ നിഷ്കളങ്കത, ശാലീനമായ ഈ സൗന്ദര്യം, ആ മനസ്സിന്റെ നന്മ, അതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതെല്ലാം ഡോക്ടറുടെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കുടുംബജീവിത സ്വപ്നം കണ്ടല്ല ഇപ്പൊ ജീവിക്കുന്ന. സത്യത്തിൽ അങ്ങനെ ഒരു കുടുംബജീവിതം ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. അതൊക്കെ ലച്ചുവിന്റെ വിവരം തോന്നല. അല്ല, സത്യ പറയുന്ന. ഇപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പ. എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തെക്കാൾ എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ലച്ചുവിനെ അത്രയ്ക്ക് സ്നേഹിക്കല്ലേ? തിരിച്ചും എന്നെ ഇഷ്ടപ്പെടാൻ ലച്ചുവിന് കഴിയില്ലേ? ഞാൻ അതാ പറയുന്ന. ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ഇഷ്ടം അതെന്തോ ഇപ്പോഴെന്റെ മനസ്സിലില്ല. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചോദിച്ചു തുടങ്ങിയ പിന്നെ ഈ വീട്ടിലുള്ളവർക്ക് പലതിനും ഉത്തരം ഉണ്ടാവില്ല. ഗൗതവുമായുള്ള എന്റെ വിവാഹം നടക്കണം. അതിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. ഈ കല്യാണം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കവിതയും ഗൗതവും രജിസ്റ്റർ മാരേജ് കഴിക്കട്ടെ, അവരിറങ്ങിപ്പോവട്ടെ എന്നാരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിന് എന്റെ ഏട്ടനെ ആരും പ്രതീക്ഷിക്കണ്ട. മുഴുവൻ കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ പണിക്കർ മകളുടെ കൈപിടിച്ച് എന്റെ ഏട്ടന് കൊടുക്കണം. കല്യാണം വിപുലമായിട്ടൊന്നും വേണ്ട. മംഗലശ്ശേരിക്കാരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചായാൽ അത്രയും നല്ലത്.
കല്യാണം നാളെയാണെങ്കിലും എനിക്ക് സമ്മതം. നിങ്ങൾക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. മറുപടി എനിക്ക് ഉടനെ കിട്ടണം. ശരി, ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. നീയൊന്നും വന്നില്ലേ ചു? പേടിക്കണ്ട, നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കൽ കല്യാണം കഴിച്ചവരെ കൊണ്ട് വീണ്ടും നാടകം നടത്താൻ നാണല്ലേ നിങ്ങൾക്ക്? എങ്കിൽ നീയും ദിനേശനും അവിടെ വെച്ചത് പറയാത്തതെന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലാബ്സിന്റെ കോമ. സോറി, പേഷ്യന്റ് ഇപ്പൊ കോമയിലായിരിക്കാണ്. അറിയാലോ അവസ്ഥ. ഹി വിൽ റിമൈൻ അലൈവ് ബട്ട് കാൺട്ട് ബി വേക്കൺ അപ്പ് ആൻഡ് ഷോ നോ സൈൻസ് ഓഫ് അവയർനെസ്. ജീവനോടെ ഇരിക്കും, പക്ഷേ പ്രതികരിക്കാനാവില്ല. ഈ അവസ്ഥ മാറില്ലേ? അതിപ്പോ പറയാൻ പറ്റില്ല. വിശദമായ പരിശോധന ആവശ്യമാണ്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറിയേക്കാം, ചിലപ്പോ 2 ആഴ്ച മുതൽ 1 വർഷം വരെ വേണ്ടിവരും. അത് പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. ശേഖരൻ കോമയിലായത് നന്നായി. ഇനി അയാളായിട്ടൊന്നും പുറത്തു പറയില്ലല്ലോ. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിയില്ലെങ്കിലേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വിശാലിനെ സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇറക്കണം. ഇല്ലെങ്കിൽ പോലീസുകാർ വിശാലിനെ കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡും ചെയ്യും. പിന്നെ ജയിലിൽ നിന്ന് മാത്രമേ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സാധിക്കുള്ളൂ. അതിന് ചിലപ്പോ ദിവസങ്ങൾ കഴിഞ്ഞെന്ന് വരില്ലേ? അയ്യോ, അത് പാടില്ല. അവനെ ഒരിക്കലും ജയിലിലേക്ക് അയക്കരുത്. നീ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോവാം. പ്രഭാവതി ആന്റി, അല്ല, നിങ്ങളിത് എവിടെ പോകുന്നു? ഞങ്ങള് വിശാലിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് ഇറങ്ങുകയായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഇവര് സ്റ്റേഷനിൽ ചെന്ന് എന്തെങ്കിലും തരത്തിൽ വിശാലിനെ ജാമ്യത്തിൽ ഇറക്കിയ പ്രശ്നമാവുമല്ലോ. അവൻ ജയിലിലേക്ക് തന്നെ പോണം. എന്താ ചേച്ചി? ഏയ്, ഒന്നുമില്ല ചേച്ചി. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഏയ്,
നിങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലേണ്ട കാര്യമില്ല. അവന് ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ ഭാഗ്യം. ആന്റി അത് ചെയ്തിട്ടാണോ വന്നത്? ഞങ്ങള് അവൻ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കുന്നുള്ള ടെൻഷനിലായിരുന്നു. ഇനി ആ ടെൻഷനൊന്നും വേണ്ട മോളെ. ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് സ്റ്റേഷനിൽ പോയിട്ട് വിശാലിനെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാം അല്ലേ മോളെ? നമുക്ക് പോയിട്ട് വരാമേ. എനിക്ക് വിശാലിനെ കാണണം. അതെ, നിങ്ങളിപ്പോ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല. അവനിപ്പൊ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പോലീസുകാർ സമ്മതിക്കില്ല. മോള് വിഷമിക്കണ്ട. നമ്മുടെ വക്കീല് ഇന്ന് തന്നെ അവനെ ജാമ്യത്തിലിറക്കും. വൈകുന്നേരത്തിനുള്ളില് അവൻ ജാമ്യത്തിലിറങ്ങും. നിങ്ങൾ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അച്ഛനെ പേര്? എന്താ കേസ്? സർ, ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്. പെരിയേട്ടൊരു കുടുംബത്തിലെ അംഗമാണ്. എടോ, അയാള് ഏത് വലിയ തമ്പുരാനായാലും ശരി, അയാള് കൊലപാതകം ചെയ്ത ക്രിമിനലാണ്. അവനിപ്പോ കൊല ചെയ്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഇവന് ഈ മാന്യതയൊക്കെ കൊടുത്താ മതി. അതിനപ്പുറം കൂടുതൽ ബഹുമാനവും സെന്റിമെന്റ്സും ഒന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാനോട് മാറി നിൽക്കും. സർ, ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോ? ഞാൻ പൊയ്ക്കോട്ടെ സാർ. ശരി. സാധാരണ ഒരു ദിവസം മുതൽ ഒരു മാസം വരെ എടുക്കും ഫോറൻസിക് റിപ്പോർട്ട് വരാൻ. ഇതിപ്പോ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് റിപ്പോർട്ട് വേഗത്തിലാക്കി എടുത്തത്. ശേഖരമേനോന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കിൽ നിന്ന് തന്നെയാണോന്ന് അറിയണമല്ലോ. താൻ എന്താ പറഞ്ഞത്? ശേഖരമേനോനെ വെടിവെച്ചത് താനല്ല മറ്റാരോ ആണെന്ന്. താൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വിശാൽ. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കുമായി മാച്ച് ചെയ്യുന്ന ബുള്ളറ്റാ. അതായത് തന്റെ ആ തോക്കിലെ വെടിയുണ്ട തന്നെയാണ് ശേഖരമേനോന്റെ ശരീരത്തിൽ തറച്ചത്. ഇല്ല, താൻ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചത്. അതിപ്പോ സംശയമില്ലാതെ തന്നെ ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് തന്നെ എനിക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് അറിയുന്നത്? പാർവതി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാർ, ഇതിനകത്ത് കിടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും സാർ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ദാ മോള് കഴിക്കും. മുത്തശ്ശി കഴിക്കുന്നില്ലേ? ദേ ഇത് മുഴുവൻ മോള് കഴിക്കണം. എന്നാ ശരി. ഇതൊക്കെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ആണോ? ആ, ഈ സ്വീറ്റ്സ് എനിക്കും അക്കിമോനും വലിയ ഇഷ്ടാ. അപ്പോ അരുണങ്കിളിനോ? അരുണും ഇഷ്ടാ. ഇനി ഞാൻ മുത്തശ്ശിക്ക് ഒരു സ്വീറ്റ് തരാം. ഞാൻ കഴിച്ചോളാം. ഇല്ല, ഞാൻ മുത്തശ്ശിക്ക് ഒരു സ്വീറ്റ് തരും. ആ മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മുത്തശ്ശി? മോളുടെ അമ്മ തിരിച്ചു വന്നാ അമ്മയ്ക്കൊപ്പം മോൾ എന്നെ വിട്ടു പോവോ? എനിക്ക് അമ്മയ്ക്കൊപ്പം പോണം. എന്നാ ഇപ്പം മുത്തശ്ശിയെ പിരിയാൻ എനിക്ക് വിഷമാ. അരുണങ്ങളും അമൃതാന്റി എല്ലാം എന്റെ കൂടെ വേണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ അമ്മയോടൊപ്പം പോയാ മുത്തശ്ശി വിഷമിക്കോ? പിന്നെ മോള് പോയാ മുത്തശ്ശിക്ക് വലിയ വിഷമാവും. അപ്പൊ മുത്തശ്ശി കരയോ? കരയും. എന്നാ ഞാൻ എന്റെ അമ്മ വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് മുത്തശ്ശിയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം, കേട്ടോ? അവിടെ അമൃതാന്റി വരണങ്ങളും എല്ലാവരുമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചു കഴിയാം. ഇപ്പൊ ഈ മുത്തശ്ശിയെ കാണുമ്പോ എന്റെ സ്വന്തം മുത്തശ്ശിയാണെന്ന് എനിക്ക് തോന്നുക. അതെ മോളെ, ഞാൻ മോളുടെ മുത്തശ്ശി തന്നെയാ. അങ്ങനെ തന്നെ മോള് വിശ്വസിച്ചോ? ആദ്യേട്ടന്റെ മോളല്ലേ, സ്വന്തം ചോര. അമ്മ മോളെ അംഗീകരിച്ചു. മോള് കഴിക്ക്. അപ്പോ ശ്രീകുട്ടിയെ നാടോടികൾക്ക് വിൽക്കാനുള്ള എന്റെ തീരുമാനം നന്നായി. ഇനി ഇവൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ആപത്താ. എല്ലാം ഉടൻ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ശ്യാമയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വന്നത്. എന്റെ അടുത്ത സിനിമയിൽ പാടാൻ ശ്യാമയെ ക്ഷണിക്കാൻ കൂടി വന്നതാണ്. വെരി ഗുഡ് ശ്യാമ, വെരി ഗുഡ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ അറിയിക്കാം. താങ്ക് യു സർ. ശരി, താങ്ക് യു സർ. അയ്യോ, മഴ പിടിക്കുന്നു. ഓടിക്കോ. ശ്യാമ, എന്താ എന്തുപറ്റി ശ്യാമ? എന്താ എന്താ പറ്റിയ ശ്യാമ? കാലൊന്ന് മടങ്ങിയതാ. പതിയെ നടക്കാൻ നോക്കാം. വേണ്ട, വേദനിക്കുന്നു. നോക്കട്ടെ നോക്കട്ടെ, ഞാൻ എടുക്കാം. വേദനിക്കുന്നുണ്ട്. വേദനയൊക്കെ മാറും.
കുറച്ച് വേദന എവിടെയാ? മതി. അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറഞ്ഞു. വേദന കുറച്ചും കൂടി ഇല്ലേ? ഇല്ല, ശരിക്കും കുറഞ്ഞു. ഏയ്, കുറഞ്ഞിട്ടില്ല. കുറഞ്ഞു. കുറഞ്ഞിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ എന്താ? മൈഥിലി, മൈഥിലി കണ്ടെത്തി. എല്ലാരും വാ, ആരും പേടിക്കണ്ട. മൈഥിലി കണ്ടുകിട്ടി. എന്താ എന്തു പറ്റി? എന്താ ഉണ്ടായേ? നിനക്ക് എന്ത് പറ്റി മൈഥിലി? നീ എങ്ങനെ ഈ മുറി വന്ന് കയറിയത്? ഞാൻ പുറത്തേക്ക് വരാതെ ഇതിനകത്ത് നിന്ന് ഹൽദിയുടെ ചടങ്ങുകൾ കാണുമായിരുന്നു. മോൾക്ക് അങ്ങോട്ട് വന്നൂടായിരുന്നോ? ക്ഷീണം ഉണ്ടായിരുന്നു, അതാ വരാതിരുന്നെ. പിന്നെ ഈ മുറിക്കകത്ത് നീ എന്തിനാ വലിഞ്ഞു കയറിയത്? വാഷ്റൂമിൽ പോയതാ. പിന്നെ വാതില് തുറക്കാനായില്ല. ആ സമയത്ത് ആരോ പുറത്തുനിന്ന് കുറ്റിയിട്ടു. നല്ല പുകിലായി പോയി. ഡെലിവറി എടുത്തിരിക്കുന്ന പെണ്ണ. അവിടെ എവിടെയും കറങ്ങി നടക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്താ നീ അനുസരിക്കാത്തത്? രണ്ട് അമ്മായിയമ്മമാരുണ്ട് ഇവക്ക്, സാവിത്രിയും നന്ദിനിയും. നിങ്ങളെന്താ ഇവളുടെ കാര്യം ശ്രദ്ധിക്കാത്തത്? അമ്മേ, രണ്ടുപേരോടായി പറയ, പ്രസവം കഴിയുന്നത് വരെ നിങ്ങളിൽ ഒരാൾ എപ്പോഴും ഇവളുടെ കൂടെ ഉണ്ടാവണം. ശരി അമ്മ. ആ ഇന്ദ്രജിക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷം എന്ന് പറഞ്ഞാല് മതി മറക്കുന്ന സന്തോഷം എനിക്ക്. എങ്ങനെ ഇത് ആഘോഷിക്കണമെന്ന് മാത്രം സാർ പറഞ്ഞാ മതി. ആഘോഷമല്ലല്ലോ പ്രധാനം. ഇന്ദ്രജിയുടെ ഹസ്ബൻഡ് എന്റെ ബന്ധുവാണ്. ഇന്ദ്രജിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജയറാമിന്റെ ജാമ്യം നിഷേധിക്കാൻ ഇതേ നമുക്ക് മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പ്രയോഗിച്ചു, വിജയിച്ചു. താങ്ക് യു സർ, താങ്ക് യു. ഈ ഉപകാരമൊന്നും ഞാൻ മറക്കില്ല സർ. ഇത് ചെറിയൊരു പ്രതികാരമൊന്നുമല്ല സർ. ഇതെന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വാടാ മുറിവിന്റെ വേദനയിൽ ഞാനങ്ങ് ചെയ്തു പോകുന്നത്. അത്രയേറെ എന്റെ അനുജത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ ജയറാമും അവന്റെ ചെമ്പകമംഗലത്തെ തറവാട്ടുകാരും. എനിക്ക് മനസ്സിലാകും ഇന്ദ്രജ. സർ മനസ്സിലാക്കുന്നതിൽ നിന്ന് 100 ഇരട്ടി വലുതാ എനിക്ക് അവരോടുള്ള പ്രതികാരം. ഈ ജയറാമിനെയും അവന്റെ വീട്ടുകാരെയും നശിപ്പിക്കുക എന്നുള്ളത് എന്റെ ജീവിത വ്രതമാണ്.
അർജുനൻ അമ്പെടുത്താൽ ലക്ഷ്യം ഭേദിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ദ്രജ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിലെ ലക്ഷ്യം കാണാതെ മടങ്ങില്ല. എതിരാളികൾ ഉണ്ടെങ്കിലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ ഇന്ദ്രജ. വെട്ടി ജയിച്ചു മുന്നേറി ജീവിത വിജയം നേടണം. അതാണ് വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം നിർണായകവും എന്നാ രസകരവുമാണ്. അതെയോ? ഞാൻ വിജയം ആഘോഷിക്കുന്ന മറ്റൊരു ദിവസം. അതെന്താ ഇന്ദ്രജ? നാളെ മീനാക്ഷിയുടെ വിവാഹം മുടങ്ങുന്ന ദിവസം. മറ്റൊരു പകരം വീട്ടലിലൂടെ ഞാനത് മുടക്കുന്ന ദിവസം. ശുഭദിനം എന്നൊക്കെ പറയാം. നാളെ എന്റെ പല ചോദ്യങ്ങൾക്കും രാജലക്ഷ്മി അമ്മ ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും. എല്ലാ വിജയാശംസകളും നേരുന്നു ഇന്ദ്രജ. താങ്ക് യു സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൈക്കൊമ്പിളിൽ ലൈഫ് വെച്ച് നീട്ടാൻ ലൈഫ് എന്താ പൊതിച്ച തേങ്ങയാണോ? അല്ല, എന്നെ പോലൊരാളുടെ ലൈഫ് പാർട്ണർ ആകാമെന്ന് സമ്മതിച്ചില്ലേ മീനാക്ഷി? അതൊരു ത്യാഗം തന്നെയല്ലേ? ആ ത്യാഗത്തിനാ താങ്ക്സ് പറഞ്ഞത്. അതിനിപ്പം വലിയ താങ്ക്സ് ഒന്നും പറയണ്ട. രണ്ടും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരൻ, ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ദൈവമേ, കഴിയുമെങ്കിൽ നാളെ കെട്ട് കഴിഞ്ഞ് 8 മണിക്കൂറിനകം രണ്ടും തമ്മിൽ തല്ലി പിരിയണേ. എന്താ മായി കാര്യമായിട്ട് പ്രാർത്ഥിച്ചത്? അല്ല, നിങ്ങൾ രണ്ടുപേരും മുല്ലവള്ളിയും തേന്മാവും പോലെ ജീവിതകാലം മുഴുവനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. സന്തോഷം. മീനാക്ഷി വാ. ഇവ താങ്ക്സ് എന്ന് പറയാൻ എന്താ കാരണം? എന്തൊക്കെയോ ചെയ്യുന്ന നാറുന്നുണ്ട്. സമയം ഒരുപാടായല്ലോ. മൈഥിലിയെ വിളിക്കാം. ആ കാർത്തിക് 5 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോയിട്ടുണ്ടാവും. അവൻ തിരികെ വരുന്നതിന് മുമ്പ് മൈഥിലിയുമായിട്ട് സ്ഥലം വിടണം. എഴുന്നേറ്റോ? പിന്നെ എത്ര നേരമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അല്ല, കാർത്തികോ? എന്നാലേ അവൻ അദ്ദേഹം പുറത്തേക്ക് ചാടുന്നതിന് മുമ്പ് വേഗം റെഡിയായിട്ട് നീ പുറത്തേക്ക് വാ. എന്താ പുറത്തേക്ക് വരുമോ? ദൈവമേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഏത് ഭാഷണമാണോ? ദൈവമേ കാത്തോണേ. ഇതുവരെ എഴുന്നേറ്റില്ലല്ലേ? ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. എന്നാ നീ വേഗം കുളിച്ച് റെഡിയായിട്ട് വാ. കാർത്തിമോനും മീനാക്ഷിയും ഇപ്പൊ റെഡിയാവും. നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോവാം. അല്ല, അതിനിപ്പോ ഞാനും വരണോ? പിന്നെ എന്താ മോനെ, നിന്റെ കല്യാണ ദിവസമല്ലേ ഇന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.